ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത ഒരു 8 ചപ്പിക്കുടിയൻ മാങ്ങയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ ഇത് ആ മാങ്ങയൊക്കെ തൊലി പൊളിച്ചിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ വേറൊന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മീഡിയം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം തേങ്ങ ഒരു മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂണോളം ജീരകം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒരു പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ വേണം. പിന്നെ ഒരു 200 ഗ്രാം തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കൂടി നമ്മൾ അരച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് മാങ്ങയിലോട്ടേക്ക് ചേർക്കാം. അപ്പോൾ ഇത് ആ മാങ്ങ തിളച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇപ്പോൾ കളറ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് കളറുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങയായതുകൊണ്ട് ഇതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂണോളം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ മധുരം മുന്നിൽ വേണമെന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടൊരു ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇങ്ങനെ ഒരു തിള വന്നാൽ മതി. നന്നായിട്ടൊന്നും വെട്ടി തിളപ്പിക്കരുത്. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് താളിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് 1/2 ടീസ്പൂണോളം കടുകും 1/2 ടീസ്പൂണോളം ഉലുവയും, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും, പിന്നെ ഒരു 3 ഉണക്കമുളകും കൂടി ചേർത്തിട്ടാണ് നമ്മൾ താളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് മാമ്പഴപ്പുളിശ്ശേരിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.